എന്താ വിനു, നിന്റെ മുഖം വല്ലാതെ? ബാങ്കിൽ എന്തേലും പ്രശ്നമുണ്ടോ? വീർത്ത വയറ് താങ്ങിപ്പിടിച്ച് വിനോദിനരികിൽ സെറ്റിയിലേക്ക് ആയാസപ്പെട്ട് ഇരുന്നുകൊണ്ട് ഡാലിയ തിരക്കി. അതൊന്നുമില്ല. നീ എന്തിനാ ഇപ്പോൾ എഴുന്നേറ്റ് വന്നത്? അവളെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ വേഗം എടുത്ത് എഴുന്നേറ്റുകൊണ്ട് അവൻ പറഞ്ഞു. വിനോദിന്റെ ആ പ്രവൃത്തിയിൽ അവന്റെ സ്നേഹത്തോടെയുള്ള ആ ചേർത്ത് പിടിക്കാനെ മോഹിച്ചിരുന്നവളുടെ മുഖം ഇരുണ്ടു. ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. നിന്റെ മനസ്സിൽ എന്താണെന്ന് പറയ് വിനു. അവന്റെ കയ്യിൽ ബലമായി പിടിച്ചു നിർത്തിക്കൊണ്ട് അവൾ ചോദിച്ചു. ഞാൻ നിന്നോട് പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന്. ഞാനൊന്ന് ഫ്രഷായി വരാം. അവളുടെ കൈപിടിച്ചു മാറ്റിയിട്ട് അവൻ മുറിക്കകത്തേക്ക് കയറിപ്പോയി. അല്ലിയുടെ വിശേഷം എന്തോ അറിഞ്ഞതാണ് നിന്റെ ഈ ഭാവത്തിന് കാരണമെന്ന് എനിക്ക് അറിയാഞ്ഞിട്ടല്ല വിനു. അത് നിന്റെ വായിൽ നിന്ന് തന്നെ എനിക്കറിയണം. പല്ല് കടിച്ച് ദേഷ്യം അമർത്തി പിടിച്ചുകൊണ്ട് അവൾ എഴുന്നേറ്റ് അവന് പിന്നാലെ ചെന്നു. ആ, നീ ഇങ്ങ് വന്നോ? രേണു ചേച്ചിയോട് പറയ്, എനിക്കൊരു ചായ വേണം. നല്ല തലവേദന. വേഷം മാറാൻ പോലും നിൽക്കാതെ വീട്ടിന് കുറുകെ കണ്ണുകൾ അടച്ചു കിടന്നുകൊണ്ട് വിനു പറഞ്ഞു. നിനക്ക് എന്താ പറ്റിയത് വിനു? കുറച്ചു ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്നോടുള്ള ഈ അവഗണന. ചോദിക്കുമ്പോൾ ദേഷ്യം കടിച്ചമർത്തി ഡാലിയ. ഒന്നും മിണ്ടാതെ പോകുന്നുണ്ടോ ഡാലിയ? നാശം. പിന്നാലെ നടന്നു വെട്ടിയിട്ട് ചെയ്യാൻ നിന്നെ കഴിഞ്ഞ ആരുമുള്ളൂ. ബെഡിൽ നിന്ന് എഴുന്നേറ്റ് അവളെ തട്ടിമാറ്റി മുറിക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവൻ പറഞ്ഞു. ഇല്ല വിനു, നിന്റെ ഈ ചാട്ടം എങ്ങോട്ടാണ്, എന്താണ് എന്നൊക്കെ കണ്ടുപിടിച്ചിട്ടേ ഉള്ളൂ എനിക്കിനി വേറെ എന്തും. കയ്യിലിരുന്ന ഫോണിൽ ആരുടെയോ നമ്പർ തിരഞ്ഞുകൊണ്ട് അവൾ മനസ്സിലോർത്തു. എനിക്ക് ചൂടുവെള്ളത്തിലെ കുളിയും ആ തൈലവും കുഴമ്പും തേച്ചിടലും ഒന്നും വേണ്ടാന്നൊന്ന് പറയുക അൽഫിച്ച. എൻ്റെ ദേഹമൊക്കെ പൊള്ളുന്ന പോലെ തോന്നുക. മോനെ കൊഞ്ചിച്ചിരിക്കുന്നവൻ്റെ അടുത്തേക്ക് പരാതിയുമായിട്ട് വന്നതാണ് അല്ലി. അവളുടെ മുഖമൊക്കെ ചുവന്നിരുന്നു. അതൊക്കെ നിന്റെ നല്ലതിനല്ലേ മോളെ? നാളത്തെ ആരോഗ്യത്തിന് ഇപ്പോൾ ഇതൊക്കെ ചെയ്യേണ്ടത് ആവശ്യമാണ്. അവളുടെ പരാതി പറയൽ കേട്ടുവന്ന ബിന്ദു പറഞ്ഞിട്ട് വാവയെ കുളിപ്പിക്കാനായി അവൻ്റെ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ട് പോയി. അല്ലിയാവട്ടെ ദേഷ്യവും സങ്കടവും നിറച്ച് ആൽഫിയെ നോക്കി. ഇച്ചാൻ്റെ ഇമക്കുവെച്ച് ഒരു 3-4 ദിവസം കൂടെ ഒന്ന് സഹിക്ക്. ഇതിപ്പോൾ ഈ വേത്തുകുളി കഴിയാനായില്ലേ. പിന്നെ അത് കഴിഞ്ഞാൽ ഈ തൈലവും കുഴമ്പൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞോളാം. അവളെ ചേർത്ത് പിടിച്ച് അവളുടെ നെറുകയിൽ മുഖം ചേർത്ത് തലമുടി നിന്ന് ഉയരുന്ന കാച്ചെണ്ണയുടെ നർമ്മണം ആസ്വദിച്ചുകൊണ്ട് പറഞ്ഞു. അവനാ പറഞ്ഞത് അത്ര ഇഷ്ടമാവാത്ത രീതിയിൽ ഒന്ന് മൂളിക്കൊണ്ട് കണ്ണുകൾ അടച്ച് അവന് നെഞ്ചോരം ചേർന്ന് നിന്നു അവളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അവനും. അല്ലിമോൾക്ക് പിണക്കമാണെന്ന് തോന്നുന്നല്ലേ ബിന്ദു? മറിയ കുഞ്ഞിന് കുളിക്കാൻ വേണ്ട ചൂടുവെള്ളം കൊണ്ടുവന്ന് വെക്കുമ്പോൾ ചോദിച്ചു. അവൾക്ക് ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കുന്നതിൻ്റെ ദേഷ്യമാണ് ചേട്ടത്തി. പണ്ടേ ചൂട് അവൾക്ക് പറ്റില്ലല്ലോ. അമ്മയും മോനെയും കുളിപ്പിക്കാൻ വന്ന സ്ത്രീ കുഞ്ഞിനെ എണ്ണ തേപ്പിക്കുന്നത് നോക്കി തുണികൾ മടക്കിക്കൊണ്ടിരുന്ന ബിന്ദു പറഞ്ഞു. അത് ശരിയാണ്, ചായ പോലും ചൂടോടെ കുടിക്കില്ല. എങ്കിലും പ്രസവിച്ചെടുക്കുന്ന പെണ്ണിന് ഇതൊന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. ആനന്ദ ചിരിയോടെ പറഞ്ഞുകൊണ്ട് മോൻ്റെ കൈയും കാലുമൊക്കെ പിടിച്ചുവിട്ടു. കുഞ്ഞിന് ചരട് കെട്ടാനുള്ള ഡേറ്റ് ഒന്നും നോക്കുന്നില്ലേ ബിന്ദു? അതൊക്കെ അല്ലിയും ആൽഫിയും കൂടി തീരുമാനിക്കട്ടെ ചേട്ടത്തി. ചരട് കെട്ടും പേരുവിളിയും ഒക്കെ ഇതിൽ ഞാൻ അഭിപ്രായം പറയാനൊന്നും ആളല്ല. അല്ലേടെ കുഞ്ഞാപ്പൂ. ചൂടുവെള്ളത്തിലുള്ള കുളിയാണെങ്കിലും അതങ്ങോട്ട് ഇഷ്ടപ്പെടാതെ ചിണുങ്ങുന്ന കുഞ്ഞു ചെക്കനെ നോക്കി ബിന്ദു തിരക്കി. ആ പൈതൽ ചിനുങ്ങൽ നിർത്തി അമ്മമ്മയെ കൂർപ്പിച്ചൊന്ന് നോക്കി. ആ നോട്ടം കാണി ബിന്ദു മറിയും എന്തിനും എപ്പോഴും ഗൗരവത്തോടെ കാണുന്ന അനിത പോലും ചിരിച്ചുപോയി. എല്ലാം എടുത്തു വെച്ചില്ലേ വനജെ? ഇനി ഒന്നും മറന്നു പോയില്ലല്ലോ അല്ലേ? ഇവിടെ നമ്മുടേതായ ഒന്നും വേണ്ട. ഇങ്ങോട്ടൊരു തിരിച്ചുവരവ് ഇനി ഉണ്ടാവില്ല. ശബ്ദത്തിൽ വേദന ആയിരുന്നെങ്കിലും പ്രഭാകരന്റെ മുഖവും മനസ്സും ഒരുപോലെ കല്ലിച്ചിരുന്നു. പ്രഭേട്ട, കുഞ്ഞിനെ ഒന്ന് കണ്ടിട്ട് പോയാൽ പോരെ? അവർ അയാളോട് കെഞ്ചി. വേണ്ട വനജെ, അല്ലി പ്രസവിച്ച കുഞ്ഞ് അതിന് നീ കാണണ്ട. അവൻ അല്ലി മൗദേന്റെയും തൈവേലിക്കൽ ആൽഫ്രഡ് അലക്സിന്റെയും മകനാണ്. അങ്ങനെ കരുതിയാൽ മതി. എന്തൊക്കെയാണ് പ്രഭേട്ട നിങ്ങൾ പറയുന്നത്? ഇങ്ങനെ നാവുകൊണ്ട് 1000 തവണ പറഞ്ഞാലത് നമ്മുടെ പേരക്കുട്ടിയല്ലാതെ ആവോ? ഇല്ലല്ലോ. നാളെ ഒരു കാലത്ത് അവൻ വളർന്ന് വലുതാവും. അന്നും ഇതൊക്കെ തന്നെ പറയാൻ അല്ലിയോടും അവളുടെ ഭർത്താവിനോടും പറയണം. മുഖാമർത്തി തുടച്ചുകൊണ്ട് അവർ പറഞ്ഞു. നിനക്ക് നിന്റെ പേരക്കുട്ടിയെ കാണാനുള്ള ആഗ്രഹം അടക്കാൻ വയ്യെങ്കിൽ അധികം വൈകാതെ ആ ഡാലിയ പ്രസവിക്കും. അപ്പോൾ ആ കുഞ്ഞിനെ കാണാൻ പോകാം. ഇപ്പോൾ നീ വരുന്നെങ്കിൽ വാ. അല്ലെങ്കിൽ സാധനങ്ങൾ കയറ്റിവിട്ട ലോറിക്കാർ അതെവിടെയെങ്കിലും ഇറക്കി വിട്ടിട്ട് പോകും. കാറിൻ്റെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നുകൊണ്ട് അയാൾ പറഞ്ഞു. പിന്നെ ഒന്നും മിണ്ടാതെ വിങ്ങിക്കരഞ്ഞുകൊണ്ട് അവർ കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു. ആ കുഞ്ഞ് വളരും. അന്ന് അവൻ്റെ യഥാർത്ഥ അവകാശിയെ തേടി വരിക തന്നെ ചെയ്യും. നിങ്ങൾ നോക്കിക്കോ. സീറ്റ് ബെൽറ്റ് വലിച്ചിട്ടുകൊണ്ട് പറഞ്ഞു. അമ്മയുടെ വയറ്റിൽ ഉരുവായി എന്ന് അറിഞ്ഞ നിമിഷം തന്നെ തള്ളിപ്പറഞ്ഞ അച്ഛനെയും അതുപോലെ ഒരു നെറികെട്ടവന് ജന്മം നൽകിയ നമ്മളെ അന്വേഷിച്ച് ആ കുഞ്ഞ് വരില്ല വനജെ. പുറമേ ഒന്നും പറഞ്ഞില്ല എങ്കിലും മനസ്സിൽ അടിവരയിട്ട് ഉറപ്പിച്ചുകൊണ്ട് അയാൾ കാർ മുന്നോട്ട് പായിച്ചു.
ഇലപൊഴിയും വേഗത്തിൽ ദിവസങ്ങൾ ഓടിമറിഞ്ഞു. ഇന്ന് കുഞ്ഞാപ്പൂവിൻ്റെ ചരടുകെട്ടും പേരുവിളിയും ഒക്കെയാണ് 90-ന് നടത്തിയാൽ മതിയെന്നത് ആൽഫിയുടെ താല്പര്യപ്രകാരമായിരുന്നു. സെലിൻ്റെ തൈവേലിക്കൽ വീട് ഒരു കല്യാണത്തിന് എന്ന പോലെ മനോഹരമായി അലങ്കരിച്ചിട്ടുണ്ട്. അല്ലി, റെഡിയായില്ലേ മോളെ? എല്ലാവരും എത്തി. അല്ല, മോനെവിടെ? സെലിൻ ധൃതിയിൽ മുറിയിലേക്ക് വന്ന് ചോദിച്ചുകൊണ്ട് തൊട്ടിലും ബെഡിലുമൊക്കെ നോക്കി. ഉവ്വാൻറ്റി, ഞാൻ റെഡിയായി. മോനെ ആൽഫിച്ചൻ താഴേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. സെറ്റ് സാരി, മുല്ലപ്പൂവും അത്യാവശ്യം ആഭരണമൊക്കെയായി അല്ലി അതീവ സുന്ദരിയായി അണിഞ്ഞൊരുങ്ങിയിരുന്നു. സുന്ദരിക്കുട്ടി ആയിട്ടുണ്ട് കേട്ടോ ആൻറ്റിയുടെ അല്ലിക്കൊച്ച്. അവളുടെ കവിളിൽ തലോടി സന്തോഷത്തോടെ പറഞ്ഞു സെലിൻ. അല്ലിക്കാണെങ്കിൽ ആകെ ഒരു ചമ്മൽ തോന്നി. അലീനയാണ് ആൻറ്റി ഒരുക്കിയത്. ഇത്തിരി കൂടുതലാണല്ലേ മേക്കപ്പ്? ചോദിച്ചുകൊണ്ട് പെണ്ണ് കണ്ണാടിയിൽ ഒന്നുകൂടി നോക്കി. ഒരു കൂടുതലുമില്ല. എൻ്റെ കൊച്ചിനി ഒരുങ്ങിയില്ലേലും സുന്ദരിയല്ലേ? ഒട്ടും ചമ്മണ്ട, ഇങ്ങ് വായോ. അവളുടെ കയ്യിൽ പിടിച്ച് ഹാളിലേക്ക് കൊണ്ടുവന്നു സെലിൻ. സെലിൻ കൈ പിടിച്ചു കൊണ്ടുവരുന്ന പെണ്ണിനെ കാണി തൈവേലിക്ക് തറവാട്ടിൽ നിന്ന് വന്നവരുടെ മുഖങ്ങളൊന്ന് തെളിഞ്ഞു. അത്രയേറെ മനോഹരിയായിരുന്നു അല്ലിമ. നേരമായല്ലോ, ചടങ്ങ് തുടങ്ങുന്നില്ലേ ആൽഫി? വിമലമ്മ ഉച്ചത്തിൽ തന്നെ തിരക്കി. ഹാളിലെ അലങ്കരിച്ച ഇരിപ്പിടത്തിലിരുന്ന അല്ലി അവരുടെ ചോദ്യത്തിൽ വെപ്രാളത്തോടെ കുഞ്ഞുമായി വരുന്ന ആൽഫിയെ നോക്കി. എൻ്റെ വല്യമ്മച്ചി, എന്തിനാ ഇത്രയും ഒച്ച? എൻ്റെ കുഞ്ഞാപ്പൂ ഇപ്പോൾ കരയാൻ തുടങ്ങും. അവനെ നെഞ്ചോട് ചേർത്ത് ഒതുക്കിപ്പിടിച്ച് ആല്യയുടെ അടുത്തിരുന്ന് ആൽഫി അവരെ നോക്കി കണ്ണുരുട്ടി. അറിയാതെ ഒച്ച കൂടിയതോടെ ചെറുക്ക, നീ ആ ചരട് അങ്ങോട്ടെടുത്ത് കെട്ടടാ കൊച്ചിൻ്റെ അരയിൽ. വിമലമ്മ പറഞ്ഞതും ആൽഫി കുഞ്ഞിനെ ആല്യയുടെ മടിയിലേക്ക് വെച്ചു കൊടുത്തിട്ട് താലത്തിലിരുന്ന കറുത്ത ചരട് കയ്യിലെടുത്ത് പിന്നെ മുഖമുയർത്തി അല്ലിയെ നോക്കി. അവളൊന്ന് പുഞ്ചിരിച്ചതും ആൽഫി ആ ചരട് കുഞ്ഞാപ്പൂവിൻ്റെ അരയിൽ കെട്ടി. സ്വർണത്തിൽ തീർത്ത അരഞ്ഞാണവും മാലയും കാൽത്തളയും വളയും കൈച്ചെയിനുമൊക്കെ ആൽഫി വാങ്ങി വെച്ചിരുന്നു. അതൊക്കെ അണിയിച്ചു കഴിഞ്ഞതും ഓരോരുത്തരും കുഞ്ഞാപ്പൂവിനെ സമ്മാനം കൊണ്ട് പൊതിഞ്ഞു. ഇത് വല്യമ്മച്ചിയുടെ പൊന്നും കുടത്തിന്. കുഞ്ഞാപ്പൂവിനെ എടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ചു പറഞ്ഞുകൊണ്ട് വിമലമ്മ അവന് ഒരു മാലയാണ് അണിയിച്ചു കൊടുത്തത്. കുഞ്ഞാപ്പൂവിനെ ഇടയ്ക്കിടെ വന്നുകണ്ട് ഇപ്പോൾ അവൻ ആൽഫിയുടെ കുഞ്ഞല്ല എന്ന് ചിന്തിക്കാൻ പോലും വിമലയ്ക്ക് ആവുന്നില്ലായിരുന്നു. ഇനി പേര് വിളിക്കണ്ടേ ആൽഫി? ആൽഫിയുടെ വല്യപ്പച്ചനായ ഫ്രാൻസിസ് ആണ് ചോദിച്ചത്. ആൽഫി മുഖം തിരിച്ച് പുഞ്ചിരിയോടെ ഇരിക്കുന്ന അല്ലിയെ നോക്കി. അവൾ അവനെ നോക്കി കണ്ണു ചിമ്മി ചിരിച്ചു. എൻ്റെ കുഞ്ഞാപ്പൂവിൻ്റെ പേര് നേരത്തെ ഞങ്ങൾ തീരുമാനിക്കും ബർത്ത് സർട്ടിഫിക്കറ്റിൽ ചേർക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് വല്യപ്പച്ച. അതെന്താ രഹസ്യമായിട്ടൊരു പേരിടൽ? കുടുംബത്തിലെ ബാക്കിയുള്ളവർക്ക് അതറിയണ്ടേ? അതോ ഇനി കുഞ്ഞിൻ്റെ അച്ഛൻ്റെ പേര് ചേർത്ത്? നിർത്ത് സ്ത്രീയെ. പറഞ്ഞു പറഞ്ഞ് നിങ്ങൾ ഇത് എങ്ങോട്ടാണ് പോകുന്നത്? ഇതെൻ്റെ മകനാണ്, തൈവേലിക്കൽ ആൽഫ്രഡ് അലക്സിൻ്റെ മകൻ. ഇനി ഇതുപോലൊരു സംസാരം നിങ്ങളിൽ നിന്ന് ഉണ്ടായാൽ സ്ഥാനവും പ്രായവും ഒന്നും നോക്കില്ല ഞാൻ. മോൻ കയ്യിലിരിക്കുന്നത് കൊണ്ട് തന്നെ പരമാവധി ഒച്ച ഉയരാതെ പറയാൻ ശ്രമിച്ചു ആൽഫി. നിർമ്മല പറഞ്ഞു തീർക്കും മുമ്പേ ആൽഫി പൊട്ടിത്തെറിച്ചത് കേൾക്കെ അവർ മുഖമൊന്ന് ചുളുക്കി നീങ്ങി നിന്നു. വല്യമ്മച്ചിയുടെ ചെക്കൻ ചുന്ദരനാണ് കേട്ടോ. രംഗം ഒന്ന് ശാന്തമാക്കാൻ എന്ന പോലെ കുഞ്ഞു ചെക്കനെ എടുത്ത് കുഞ്ഞു കുമ്പയിൽ ഇക്കിളിയിട്ട് ചിരിപ്പിച്ചുകൊണ്ട് അവർ പറഞ്ഞു. കുഞ്ഞാവട്ടെ തേൻ ഒലിപ്പിച്ചുകൊണ്ട് കുടുകുടി ചിരിച്ചു. ഹോ, നിങ്ങളുടെ അമ്മയുടെ ഈ പൊന്നാരിപ്പ് കണ്ടാൽ തോന്നും അത് ആൽഫിയുടെ കുഞ്ഞാണെന്ന്. മുഖം ഒരു കൊട്ടയ്ക്ക് വീർപ്പിച്ചു പിടിച്ചിട്ട് നിർമ്മല പറഞ്ഞു. ദേ, നിന്നോട് ഞാൻ തറവാട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ പറഞ്ഞിരുന്നു ഇവിടെ വന്ന് ആവശ്യമില്ലാത്ത വർത്തമാനം പറയരുതെന്ന്. ഇതിപ്പോൾ ആവശ്യമില്ലാത്ത വർത്തമാനം കുറച്ചായി ഞാൻ കേൾക്കുന്നു. അവരുടെ ആ വർത്തമാനം ഇഷ്ടപ്പെടാതെ പല്ല് കടിച്ചുകൊണ്ട് അലക്സ് പറഞ്ഞു. ഞാനൊന്നും പറയുന്നില്ല. ഈ നാട്ടിലേക്ക് വരേണ്ടിയിരുന്നില്ല. ആ കണ്ട നാട്ടിൽ കിടന്നിരുന്നെങ്കിൽ ഇതൊന്നും കാണുകയും വേണ്ട പറയുകയും വേണ്ടായിരുന്നു. അവരുടെ സ്വരത്തിൽ ആരോടൊക്കെയുള്ള കടുത്ത ദേഷ്യം നിറഞ്ഞു നിന്നിരുന്നു. മനുഷ്യനൊരു വിധത്തിലും സമാധാനം തരരുത് നീ. എൻ്റെ ചെറുക്കൻ നിന്നെ എന്തിനെങ്കിലും ബുദ്ധിമുട്ടിപ്പിക്കാൻ വന്നിട്ടുണ്ടോ? എന്നിട്ട് നീ എന്തിനാ അവൻ്റെ കാര്യങ്ങളിൽ ഇടപെടാൻ പോകുന്നത്? അയാൾ അവരുടെ അടുത്തേക്ക് നീങ്ങി നിന്ന് ഒച്ചയടക്കി ചോദിച്ചു. അവരൊന്നും മിണ്ടാതെ അയാളെ ഒന്ന് നോക്കിയ ശേഷം അവൻ്റെ അടുത്തേക്ക് പോയി. ഞാൻ മമ്മിയെ തിരക്കി വരുമായിരുന്നു. ഫുഡ് കഴിക്കാൻ ഇരിക്കുന്നില്ലേ? ദേ, ആലിനും റിയയും നിങ്ങളെ രണ്ടാളെയും നോക്കി നിൽക്കുവാണ്. അലക്സിനെ കൂടെ നോക്കിക്കൊണ്ടാണ് അവൻ പറഞ്ഞത്. ആ വാ, കഴിച്ചിട്ടിറങ്ങാം. നിർമ്മലെ കൂട്ടി എത്രയും വേഗം തിരികെ പോകാനുള്ള വെപ്രാളത്തോടെ അയാളും അവർക്കൊപ്പം കഴിക്കാനായി പോയി. ഏതൊരു കല്യാണത്തിന് പോലും ആരും ഇത്രയും ആഡംബരം കാണിക്കില്ലല്ലോ. ഇതൊക്കെ കുറച്ച് കൂടുതലല്ലേ ദീപുവേട്ട? ആഹാരം കഴിക്കാൻ വന്നിടത്തെ പലതരത്തിൽ പേര് പോലും അറിയാത്ത വിഭവങ്ങൾക്കാണ് നിത്യ അന്തം വിട്ട് ദീപുവിനോട് ചോദിച്ചു. അതിനിപ്പോൾ നിനക്കെന്താ പ്രശ്നം? നീ ഇവിടെ നിന്ന് കണക്കെടുപ്പ് നടത്തണ്ട. ആവശ്യമുള്ളത് കഴിച്ചിട്ട് വരാൻ നോക്ക്. ഓ, ഇയാളെ കൊണ്ട്. ദീപു അവളോട് പറഞ്ഞതും നിത്യ അതിഷ്ടപ്പെടാതെ പല്ല് കടിച്ചു. എന്താടി, വേണമെങ്കിൽ വല്ലതും കഴിക്കി. ഞാൻ കഴിച്ചു തീരുമ്പോൾ എൻ്റെ കൂടെ വന്നേക്കണം. ദീപു കടുപ്പിച്ചു പറഞ്ഞതോടെ നിത്യ പിന്നെ ഒന്നും മിണ്ടാതെ പ്ലേറ്റ് എടുത്ത് കഴിക്കാനുള്ളതൊക്കെ വിളമ്പിയെടുത്തു. അതെ, ഇപ്പോൾ ഇവിടെ എൻ്റെയും ഇമ്മയുടെയും
എല്ലാ ബന്ധുക്കളുള്ള സ്ഥിതിക്ക് എനിക്കൊരു കാര്യം എല്ലാവരോടുമായി പറയാനുണ്ട്. ഫുഡ് കഴിപ്പൊക്കെ കഴിഞ്ഞ് എല്ലാവരും യാത്ര പറയാൻ തയ്യാറായി നിൽക്കുമ്പോഴാണ് മോനെയും മല്ലയും ചേർത്ത് പിടിച്ചുകൊണ്ട് ആൽഫി പറഞ്ഞത്. എന്താടാ ആൽഫിച്ച, എല്ലാവരോടുമായി പറയേണ്ട കാര്യം? വിമലമ്മ തിരക്കി. ഞങ്ങൾ ബാംഗ്ലൂർക്ക് പോകാൻ തീരുമാനിച്ചു. അല്ലിയെയും കുഞ്ഞിനെയും ഒന്നുകൂടെ ഒതുക്കി പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അതെന്തിനാടാ നീ അവിടെ പോകുന്നേ? അതും ഈ പൊടിക്കുഞ്ഞിനെയും കൊണ്ട്? കുഞ്ഞിനെ കൊണ്ട് പോകുന്നതായിരുന്നു വിമലമ്മയ്ക്ക് ഏറ്റവും വിഷമം തോന്നിയ കാര്യം. എനിക്ക് അവിടെ ഒരു ഹോസ്പിറ്റൽ ജോലി ശരിയായി വല്ലമ്മച്ചി. പിന്നെ കുഞ്ഞിനെയും കൊണ്ട് ഒറ്റയ്ക്കൊന്നുമല്ല ഞങ്ങൾ പോകുന്നത്. ആൻറ്റിയും മറിയ ചേട്ടത്തിയും ഞങ്ങൾക്കൊപ്പമുണ്ട്. പിന്നെന്താ? എന്നതാടാ ചെറുക്ക, ഇവിടെ കിട്ടാത്ത ജോലിയാണോ അങ്ങ് ബാംഗ്ലൂരിൽ? അതും എല്ലാം കൂടെ പോകുന്നു എന്ന്. എന്താ സെലിനെ ഇതിൻ്റെയൊക്കെ അർത്ഥം? ഇടറുന്ന ശബ്ദത്തിൽ അവർ തിരക്കി. കുറച്ചുനാൾ ഇവിടുന്ന് മാറി നിൽക്കാൻ തീരുമാനിച്ചത് പിള്ളേര് മാത്രമല്ല അമ്മച്ചി, ഞാനും കൂടെയാണ്. എനിക്ക് അവരെയും അവർക്ക് എന്നെയും പിരിഞ്ഞ് നിൽക്കാൻ പറ്റില്ല. പിന്നെ ഇപ്പോൾ എനിക്ക് എൻ്റെ കുഞ്ഞാപ്പൂനെ കാണാതെ ഒട്ടും പറ്റില്ല. അല്ലേടെ പൊന്നെ, ആൽഫിയുടെ തോളിൽ കിടന്ന് വിരലൂർന്ന് കുഞ്ഞു ചെക്കനെ കൊഞ്ചിച്ചുകൊണ്ട് സെലിൻ ചോദിച്ചതും ചെക്കൻ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് ചിരിച്ചു മറിഞ്ഞു. എങ്കിലേ എന്തിനാ മക്കളെ? വിമലമ്മയ്ക്ക് സങ്കടം വന്നു. അമ്മച്ചിക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഒരു വാക്ക് വിളിച്ചാൽ മതി, ഞങ്ങൾ ഓടി ഇങ്ങെത്തും. അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് സെലിൻ പറഞ്ഞു. വിമലെ, പിള്ളേര് പോയിട്ട് വരട്ടെ. ഇവിടെ നിൽക്കുന്നതിലും നല്ലത് കുറച്ചുനാൾ മാറി നിൽക്കുന്നത് തന്നെയാണ്, ഫ്രാൻസിസ് ആലോചനയോടെ പറഞ്ഞു. ആ, ഇനി ഞാൻ എന്തു പറയാനാണ്? അവരൊക്കെ തീരുമാനിച്ചുറപ്പിച്ചതല്ലേ ഈ പൊന്നിനെ ഒന്ന് കണ്ണു നിറയെ കാണാൻ. ഇനി നിങ്ങൾ കൊണ്ടുവരും വരെ കാത്തിരിക്കണമല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് സഹിക്കാൻ കഴിയാത്തത്. കണ്ണു തുടച്ചുകൊണ്ട് ആൽഫിയുടെ കയ്യിൽ നിന്ന് കുഞ്ഞാപ്പിനെ എടുത്ത് തെരുതുരെ മുത്തിക്കൊണ്ട് അവർ പറഞ്ഞു. ഞങ്ങൾ ഇടയ്ക്ക് വന്നോളാം വല്യമ്മച്ചി. പറഞ്ഞുകൊണ്ട് മോനൊപ്പം അവരെ കൂടെ ചേർത്ത് പിടിച്ചു ആൽഫി. ഓ, ആ ചെറുക്കൻ്റെ ഒരു ഭാഗ്യം. വല്ല വീട്ടിലും അടുക്കളപ്പണി ചെയ്തോ തൊഴിലുറപ്പിന് പോയോ ഒക്കെ ആ അല്ലി വളർത്തേണ്ടതായിരുന്നു ആ ചെക്കന്. എന്നിട്ടിപ്പോൾ അതിന് കിട്ടിയ ഭാഗ്യം നോക്കണേ. ഇതാണ് രാജയോഗം എന്ന് പറയുന്നത്. ആൽഫി പറയുന്നതൊക്കെ ശ്രദ്ധിച്ച് ദീപുവിനടുത്ത് പാവം പോലെ നിൽക്കുന്നു. എങ്കിലും നിത്യയുടെ മനസ്സപ്പോഴും വിഷം തുപ്പുകയായിരുന്നു. ഇപ്പോൾ ഈ പോക്ക് വേണമായിരുന്നു അല്ലി. നിനക്കെങ്കിലും എന്നോട് ഇതൊന്നും നേരത്തെ പറയാമായിരുന്നു. എല്ലാവരും പോയി കഴിഞ്ഞ ശേഷമാണ് ഒരു പരാതി പോലെ ബിന്ദു പറഞ്ഞത്. അവർ ചോദിക്കുന്ന കേട്ട് അല്ലി മുഖം തിരിച്ച് ആൽഫിയെ നോക്കി. ഞങ്ങൾ ബാംഗ്ലൂർക്ക് പോകുന്ന കാര്യം ഇവ നേരത്തെ അറിഞ്ഞിട്ടില്ല. ഇന്നലെയാണ് ഞാൻ കാര്യം പറഞ്ഞത്. തൻ്റെ നേർക്കുള്ള അല്ലിയുടെ കൂർപ്പിച്ച നോട്ടം കണ്ട് ആൽഫി ഒരു ചിരിയോടെ പറഞ്ഞു. എനിക്ക് മനസ്സിലാകും നിങ്ങൾ കുഞ്ഞുമായിട്ട് ഇങ്ങനെ പോകുന്നത് എന്തുകൊണ്ടാണ് എന്നൊക്കെ. പക്ഷേ എത്ര കാലം ഒളിച്ചു വയ്ക്കും? ഇതൊക്കെ അവൻ വളർന്നു വരുമ്പോൾ ആരെങ്കിലും പറഞ്ഞറിയില്ലേ? അമ്മ പറഞ്ഞു ശരിയാണ്. ഇന്ന് സ്ത്രീ വിഷം തുപ്പിയത് കണ്ടില്ലേ? ആ വിഷം ചീറ്റുന്ന നാവിനെ ഭയന്ന് കുഞ്ഞുനാളിൽ തന്നെ ഒരു ശല്യത്തിനും പോവാതെ എൻ്റെ അപ്പനെ ഞാൻ വിട്ടുകൊടുത്തതാണ്. ഇനി അവരെ പോലെയുള്ളവരെ ഭയന്ന് എൻ്റെ കുഞ്ഞിനെ വിട്ടുകൊടുക്കാൻ എനിക്ക് പറ്റില്ല. പിന്നെ എത്ര കാലം അവനെയും കൊണ്ട് ഞാൻ ഒളിച്ചോടുമെന്നല്ലേ അമ്മ ചോദിച്ചത്? അവൻ്റെ ജന്മരഹസ്യം ഞാൻ പറഞ്ഞ് അവനറിയൂ. മറ്റൊരാൾ പറഞ്ഞ് അവൻ അതറിയാൻ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ല. എല്ലാം മനസ്സിലാക്കാനുള്ള പ്രായവും പക്വതയും അവന് ഉണ്ടെന്ന് തോന്നുന്ന അന്ന് ഞാൻ അവനോട് എല്ലാം പറയും. അന്ന് അവൻ തീരുമാനിക്കട്ടെ അവൻ്റെ മുന്നോട്ടുള്ള ജീവിതം ആർക്കൊപ്പം വേണമെന്ന്. എൻ്റെ കുഞ്ഞാപ്പു ആരെ സ്വീകരിച്ചാലും അവനെന്നും എൻ്റെ മകൻ തന്നെ ആയിരിക്കും. തൻ്റെ ചുമലിൽ പതിഞ്ഞു കിടന്ന് മയങ്ങുന്ന ആ കുഞ്ഞു ജീവൻ്റെ നെറുകയിൽ ചുണ്ടു ചേർത്ത് വെച്ചുകൊണ്ട് ആൽഫി പറഞ്ഞു നിർത്തി. ആ വലിയ ഹോസ്പിറ്റലിലെ ലേബർ റൂമിന് മുന്നിൽ ഓടിയെത്തുമ്പോൾ വിനോദിനാകെ ഒരു ഒറ്റപ്പെടൽ തോന്നി. ആ, വിനു സാർ വന്നോ? ഞാൻ ആകെ പേടിച്ചു നിൽക്കുമായിരുന്നു. വിനോദിനെ കണ്ടതും അവരുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന രേണുക ഓടി അവനരികിലെത്തി. എന്താ ചേച്ചി ഉണ്ടായത്? എങ്ങനെയാണ് അവൾ വീണത്? ഒന്ന് ശ്രദ്ധിക്കാമായിരുന്നില്ലേ ചേച്ചി? ഞാൻ പറഞ്ഞിരുന്നതല്ലേ? വെയിറ്റിംഗ് ഏരിയയിലെ കസാരയിൽ തളർന്നിരുന്നു കൊണ്ട് വിനോദ് ചോദിച്ചു. ഞാൻ ശ്രദ്ധിക്കാഞ്ഞിട്ടല്ല കുഞ്ഞ്. ഉച്ചയ്ക്ക് ഒരു ഫോൺ വന്ന സമയം മുതൽ ഡാലി അസ്വസ്ഥത കാണിക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്കിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കും. അതിനുശേഷം ആഹാരമോ വെള്ളമോ എന്ന് കുടിക്കുകയും ചെയ്തില്ല. അവർ മെല്ലെ പറഞ്ഞു. ചേച്ചിക്ക് എന്നെ ഒന്ന് വിളിക്കാമായിരുന്നല്ലോ. ഇതിപ്പോൾ ഒന്നും പറയാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ വിനോദ് വേദന നിറഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. രേണുക മറുപടിയൊന്നും പറയാതെ അവനെ ഒന്ന് നോക്കി. അകത്ത് കിടക്കുന്നവൾക്ക് വേണ്ടി സ്വന്തം ഭാര്യയും കുഞ്ഞിനെയും ചതിച്ചവനാണ് ആ പെൺകുട്ടി. പ്രസവിച്ചു എന്നറിഞ്ഞപ്പോൾ പുറമേ പറഞ്ഞിട്ടില്ല എങ്കിലും ആ കുഞ്ഞിനെ ഒന്ന് കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതേസമയം അകത്ത് കിടക്കുന്നവളോടും ആത്മാർത്ഥത ഉണ്ടെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എവിടെയാണ് ഈ പയ്യന് പിഴച്ചത്? എന്താണ് ഇവൻ്റെ മനസ്സിൽ? ലേബർ റൂമിൻ്റെ വാതിൽ തുറക്കുന്ന ശബ്ദമാണ് രേണുകയെ ചിന്തയിൽ നിന്ന് ഉണർത്തിയത്. വിനോദ് പ്രഭാകർ. റൂമിന് മുന്നിൽ നിന്ന് നഴ്സ് ചോദിച്ചതും വിനോദ് അവർക്ക് അരികിലേക്ക് ചെന്നു. ഞാനാണ് വിനോദ്. എന്താ സിസ്റ്ററെ? വിറയ്ക്കുന്ന ശബ്ദത്തിൽ അവൻ പറഞ്ഞു. നിങ്ങളുടെ ഭാര്യയ്ക്ക് സി സെക്ഷൻ വേണ്ടിവരും. നിങ്ങൾ അതിന് ദായി സമ്മതപത്രം സൈൻ ചെയ്ത് തരണം. കയ്യിലിരുന്ന ഫോൺ കയ്യിലേക്ക് വെച്ചുകൊടുത്ത് അവർ പറഞ്ഞു.
വിനോദ് ഒന്ന് മൂളിക്കൊണ്ട് വേഗം തന്നെ അതൊപ്പിട്ട് അവരെ ഏൽപ്പിച്ചു. ആ പിന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകും മുമ്പ് അവർക്ക് നിങ്ങളെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിരുന്നു. ഇവിടെ തന്നെ നിൽക്കണം, ഇപ്പോൾ കൊണ്ടുവരും. ആ ഞാൻ ഞാൻ ഇവിടെ തന്നെ നിന്നോളാം, വിനോദ് വെപ്രാളത്തോടെ പറഞ്ഞു. അവൻ്റെ പിടഞ്ഞുള്ള നിൽപ്പും പറച്ചിലും കണ്ട് രേണുകയ്ക്ക് പാവം തോന്നിപ്പോയി.